ഇന്ന് അന്തർദേശീയ യോഗാ ദിനം. രാവിലെ മുതൽ എനിക്ക് തോന്നുന്നു 6 മുതൽ നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണാം. പ്രധാനമന്ത്രി, UN സെക്രട്ടറി ജനറൽ, ഇങ്ങനെ ലോകമെമ്പാടും യോഗ ചെയ്ത് യോഗയുടെ ഗുണം പ്രചരിപ്പിക്കുന്ന ഒരു സുപ്രധാന ദിവസത്തിലാണ് നമ്മളിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി ഈ ഫോഴ്സിന്റെ നേതൃത്വത്തിൽ 2004 മുതൽ യോഗാ ദിനാചരണം തുടങ്ങിയത് 2015-ലാണ്. 2004 മുതൽ യോഗയുടെ പ്രാധാന്യം, പ്രത്യേകിച്ച് നമ്മുടെ ക്യാൻസർ രോഗത്തെ നേരിടാൻ, ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ, ക്യാൻസർ രോഗത്തെ അതിജീവിച്ചവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഏകദേശം 2 പതിറ്റാണ്ടായിട്ട് വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി. ഇന്നത്തെ യോഗാ ദിനാചരണത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്ന ഈ വർഷത്തെ എനിക്കും സമൂഹത്തിനും യോഗ എന്നുള്ളതാണ്. ഈ ഒരു മുദ്രാവാക്യം വിജയകരമായി നടപ്പിലാക്കിയ ഒരു പ്രസ്ഥാനമാണ് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി. 350-ലധികം ക്യാൻസർ രോഗികൾക്ക് യോഗയിലൂടെ എങ്ങനെ നമുക്ക് ക്യാൻസറിനെ വിജയകരമായി കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് പരീക്ഷണം നടത്തി അതിൻ്റെ വിജയഗാഥ രചിച്ച ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്. അതിലും ഭൂരിഭാഗം ആളുകൾ ഇരിക്കുന്നവർ അത്തരക്കാരാണ്. അന്നേരം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും രോഗത്തെ പ്രതിരോധിക്കുവാനും, പ്രത്യേകിച്ച് ക്യാൻസർ, പ്രമേഹം തുടങ്ങിയ, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുവാനും യോഗ വളരെ നല്ല രീതിയിൽ ഉപകാരപ്രദമാണ് എന്ന് തെളിയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ക്യാൻസറിനെ ഭയക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യോഗ നമുക്ക് അതിശക്തമായ ഒരു ആയുധമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ 2 പതിറ്റാണ്ടത്തെ പ്രവർത്തനം കൊണ്ട് അത് തെളിയിച്ചിരിക്കുന്നതാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം ഉണ്ടാകുന്ന പലതരത്തിലുള്ള പാർശ്വഫലം, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു പരിധിവരെ കൃത്യമായിട്ടുള്ള യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 35 വർഷം മുമ്പ് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പ്രവർത്തനം തുടങ്ങിയ അവസരത്തിൽ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് ശേഷം അവരുടെ ആയുസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ 5-6 വർഷം എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതമായിരുന്നു. കാരണം ചികിത്സ കൊണ്ടും കാര്യമായിട്ടുള്ള പ്രയോജനമില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു അക്കാലത്ത്. ഇന്ന് ചികിത്സാ സംവിധാനങ്ങളും രോഗം കണ്ടെത്തുന്ന സംവിധാനങ്ങളും ഒക്കെ അതിശയകരമായ രീതിയിൽ പുരോഗതി പ്രാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാൻസർ രോഗം പിടിപെട്ട ആളുകളെ കൃത്യസമയത്ത് നേരത്തെ കണ്ടെത്തി കൃത്യസമയത്ത് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ശിഷ്ടജീവിതം, ഒറിജിനൽ ആയുസ് തന്നെ നമുക്ക് അനുഭവിച്ചു തീർക്കാൻ സാധിക്കുമെന്ന് വൈദ്യശാസ്ത്രം ഇന്ന് തെളിയിച്ചിട്ടുണ്ട്.